ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. LP-UP അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സും. SCRT ടെക്സ്റ്റ് ബുക്സാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 3ാമത്തെ ചാപ്റ്ററായ പൊതുഭരണം, അതാണ് ഇന്നത്തെ ക്ലാസ്സും. ഇതിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയുള്ള നോട്ട്സാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ എല്ലാവരും ഇത് നിർബന്ധമായും പഠിച്ചെടുക്കണം. LP-UPക്ക് മാത്രമല്ല PSCയുടെ എല്ലാ എക്സാമുകൾക്കും SCRT ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ നോട്ട്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ടോപ്പിക്കിലേക്ക് പോകാം. ഗവൺമെൻറ് രൂപം നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നത് ഭരണസ്ഥാപനങ്ങളാണ്. ഗവൺമെൻറ്റിൻ്റെ ചുമതലകൾ ഫലപ്രദമായി നിർവഹിക്കുന്നത് ഭരണസ്ഥാപനങ്ങൾ. ഗവൺമെൻറ് രൂപം നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതും ഗവൺമെൻറ്റിൻ്റെ ചുമതലകൾ ഫലപ്രദമായി നിർവഹിക്കുന്നതും ഭരണസ്ഥാപനങ്ങളാണ്. പൊതു ഭരണമെന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് N. ഗ്ലാഡൻ. പാശ്ചാത്യ ചിന്തകനായ N. ഗ്ലാഡനാണ് പൊതുഭരണമെന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നത് എന്ന് പറഞ്ഞത്. പൊതുഭരണം അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിനും ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് പൊതുഭരണം അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് പൊതുഭരണം. അഡ്മിനിസ്ട്രേഷൻ എന്ന പദം രൂപം കൊണ്ടത് അഡ്മിനിസ്ട്രേർ എന്നീ ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന പദത്തിനർത്ഥം സേവനം. ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ നിന്നും രൂപം കൊണ്ട സ്ഥാപനങ്ങൾ പ്രാദേശിക ഭരണസ്ഥാപനങ്ങൾ. നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. ഇങ്ങനെ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. നെക്സ്റ്റ്, ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ബ്യൂറോക്രസി. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഉദ്യോഗസ്ഥർ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ചേർന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ചേർന്നത് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ 3 ഘടകങ്ങളാണ് അഖിലേന്ത്യാ സർവീസ് അഥവാ ആൾ ഇന്ത്യ സിവിൽ സർവീസ്, കേന്ദ്ര സർവീസ് അഥവാ സെൻട്രൽ സർവീസ്, സംസ്ഥാന സർവീസ് അഥവാ സ്റ്റേറ്റ് സർവീസ്. അഖിലേന്ത്യാ സർവീസ് അഥവാ ആൾ ഇന്ത്യ സർവീസ് ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS, ഇന്ത്യൻ പോലീസ് സർവീസ് IPS. നെക്സ്റ്റ്, കേന്ദ്ര സർവീസ് ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് ഇതെല്ലാം കേന്ദ്ര സർവീസുകൾക്ക് ഉദാഹരണമാണ്. നെക്സ്റ്റ്, സംസ്ഥാന സർവീസ് സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ. പബ്ലിക് സർവീസ് കമ്മീഷൻ. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSC. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ. UPSC, PSC എന്നിവ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്.
ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനുമായി ഗവൺമെന്റുകൾ നടത്തുന്ന നടപടികളാണ് ഭരണ നവീകരണം. പബ്ലിക് സർവീസ് കമ്മീഷൻ കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ. UPSC, PSC എന്നിവ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനുമായി ഗവൺമെന്റുകൾ നടത്തുന്ന നടപടികളാണ് ഭരണ നവീകരണം. നെക്സ്റ്റ്, ഗവേണൻസ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം. ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തിന്റെ ഉപയോഗം ആണ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. അക്ഷയ കേന്ദ്രത്തിന്റെ ലക്ഷ്യം ജനങ്ങളെ സാക്ഷരരാക്കുക. ഇന്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് സാക്ഷരത. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി. എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ. എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി ഗവേണൻസും. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഡോക്ടർ APJ അബ്ദുൽ കലാം. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി. എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ. എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഗവേണൻസ്. അറിയാനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ. രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2005. വിവരാവകാശ നിയമം പാസാക്കാൻ പ്രേരക ശക്തിയായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. രാജസ്ഥാനാണ് ഇതിന്റെ ആസ്ഥാനം. വിവരാവകാശ നിയമം പാസാക്കാൻ പ്രേരക ശക്തിയായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, രാജസ്ഥാൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗതർ സ്ഥാപിച്ചത് അരുണ റോയ് 1987. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും വിവരാവകാശ നിയമം ലക്ഷ്യമിടുന്നു. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും വിവരാവകാശ നിയമം ലക്ഷ്യമിടുന്നു. വിവരാവകാശ കമ്മീഷൻ അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ. വിവരാവകാശ നിയമപ്രകാരം അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനുമായി കേന്ദ്ര സംസ്ഥാന തലങ്ങളിലായി രൂപം കൊണ്ട കമ്മീഷനാണ് വിവരാവകാശ കമ്മീഷൻ. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കവിയാത്ത അംഗങ്ങളും അടങ്ങുന്നതാണ് വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ മറുപടി നൽകേണ്ട കാലയളവ് 30 ദിവസം. 30 ദിവസത്തിനകം അതിൻ്റെ മറുപടി നൽകേണ്ടതാണ്. എത്ര ദിവസത്തിനുള്ളിലാണ് ആദ്യ അപ്പീൽ നൽകേണ്ടത്? മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഓഫീസർ അടയ്ക്കേണ്ട പിഴ പ്രതിദിനം 250 രൂപ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കുന്നതിന് നൽകേണ്ട അപേക്ഷാ ഫീസ് 10 രൂപ. രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതല്ല. നെക്സ്റ്റ് വരുന്നത് സേവനാവകാശ നിയമം അഥവാ റൈറ്റ് ടു സർവീസ് ആക്ട്. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. സേവനാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. 2010 ഓഗസ്റ്റിലാണ് മധ്യപ്രദേശ് ഈ സേവനാവകാശ നിയമം നടപ്പിലാക്കിയത്. കേരള സംസ്ഥാന സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2012 നവംബർ 1. നെക്സ്റ്റ് ലോക്പാൽ, ലോകായുക്ത.
ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരുന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ലോക്പാൽ. എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ലോക്പാലിന്റെ പരിധിയിൽ വരും. ലോക്പാൽ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം 2014 ജനുവരി 16. ലോക്പാൽ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം 2014 ജനുവരി 16. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമാണ് ലോകായുക്തയുടെ പരിധിയിൽ വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അഥവാ ഭരണ ട്രൈബ്യൂണൽ. വിവിധ ഗവൺമെന്റ് വകുപ്പുകൾ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കുന്ന നടപടികൾക്കെതിരെ ഉദ്യോഗസ്ഥർക്ക് പരാതിപ്പെടാനുള്ള സംവിധാനമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. നെക്സ്റ്റ്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1964 ഫെബ്രുവരി. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സന്താനം കമ്മിറ്റി. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള കോടതികളാണ് വിജിലൻസ് കോടതികൾ. അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1964 ഫെബ്രുവരി. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സന്താനം കമ്മിറ്റി. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള കോടതികളാണ് വിജിലൻസ് കോടതികൾ. ഓംബുഡ്സ്മാൻ. ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരാണ് ഓംബുഡ്സ്മാൻ. ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ഓംബുഡ്സ്മാൻ. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. ആദ്യമായി ഓംബുഡ്സ്മാനെ നിയമിച്ചത് ബാങ്കിംഗ് രംഗത്തെ ഇടപാടുകാരുടെ പരാതികൾ പരിശോധിക്കാൻ. ബാങ്കിംഗ് രംഗത്തെ ഇടപാടുകാരുടെ പരാതികൾ പരിശോധിക്കാനാണ് ആദ്യമായി ഓംബുഡ്സ്മാനെ നിയമിച്ചത്. പൊതുഭരണം എന്ന പാഠഭാഗത്ത് ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും നിർബന്ധമായും ഇത് പഠിച്ചെടുക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.